ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. സൈബർ തട്ടിപ്പിന് ഇരയായി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി മനോജിന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. CCBയോട് പ്രതികരിച്ച മനോജ്. സൈബർ തട്ടിപ്പിൽ അകപ്പെട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി മനോജ് തനിക്കുണ്ടായ ദുരനുഭവം CCB പ്രതിനിധിയുമായി പങ്കുവച്ചു. ഇരുചക്രവാഹനം ഉപയോഗിക്കുന്ന വ്യക്തിയായതുകൊണ്ട് വാട്സാപ്പിൽ ലഭിച്ച സന്ദേശം മോട്ടോർ വാഹന വകുപ്പിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് തട്ടിപ്പ് കണിയിൽ വീണതെന്ന് മനോജ് വെളിപ്പെടുത്തി. പിന്നീടാണ് തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോൺ തുകയായി അക്കൗണ്ടിൽ ക്രെഡിറ്റായ ഏകദേശം 10.5 ലക്ഷം രൂപയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 3 ലക്ഷം രൂപയും പിന്നീട് 2 ലക്ഷം രൂപയും ഉൾപ്പെടെ ഏകദേശം 5 ലക്ഷം രൂപയാണ് സൈബർ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. സംഭവം നടന്ന ഉടൻ തന്നെ ചേലക്കര പോലീസിൽ പരാതി നൽകാൻ എത്തിയിരുന്നതായും എന്നാൽ സൈബർ കേസായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും മനോജ് കുറ്റപ്പെടുത്തി. മനോജുമായി CCB പ്രതിനിധി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ കാണാം. എനിക്കിത് സംഭവം നടന്നത് 22 ജൂലൈ 22 ഈ മാസം. എനിക്ക് വാട്സപ്പിലേക്ക് MVDയുടെ ഒരു ചലാൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ടായത്. അപ്പോൾ ഞാൻ 2 വീലർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചലാനാണെന്നുള്ള കരുതി ഓപ്പൺ ആക്കി എനിക്ക് ചലാൻ അല്ലാന്ന് മനസ്സിലാക്കി ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് നമ്പർ കണ്ടപ്പോൾ ഡൗട്ടായി. അപ്പോൾ അതിനുശേഷം വേറൊന്നും ചെയ്തില്ല. കുറച്ച് മെസ്സേജുകൾ HDFC ബാങ്കിൽ നിന്ന് കുറച്ച് മെസ്സേജുകൾ വന്നു. അതായത് എൻ്റെ പിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതും അതുപോലെ എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ചെയ്തതിൻ്റെയും അതുപോലെ ഒരു ഓൺലൈൻ ജംബോ ലോൺ ജനറേറ്റ് ആവുന്നു, അങ്ങനത്തെ തുടർച്ചയായി 2-3 മെസ്സേജുകൾ വന്നു. പിന്നീട് എനിക്കൊരു 10,46,000 രൂപയുടെ ലോണ് ഓൺലൈൻ ലോണ്, അതായത് ജംബോ ലോണ് HDFCയുടെ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പം ഞാൻ ഇത് അപകടം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ സമയം ബാങ്കിലായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊപ്പം ബാങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ബ്ലോക്ക് ചെയ്തു. ഈ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് 2 വട്ടമായിട്ട് 3ഉം 2ഉം അങ്ങനെ ടോട്ടൽ 5 ലക്ഷം നഷ്ടപ്പെട്ടു. അതായത് അതിന്റെ മെസ്സേജ് വന്നു. ഞാൻ പരാതി അപ്പം തന്നെ സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്ത് ഫയൽ രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ ഫയൽ രജിസ്റ്റർ ചെയ്തു. HDFC ബാങ്കിലും രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ സൈബർ ക്രൈമിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്കായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ അന്ന് FIR സ്വീകരിച്ചില്ല. അവർ പറഞ്ഞ അത് ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പണം നഷ്ടപ്പെട്ടായിട്ട് കാണുന്നത്, നിങ്ങൾ എടുത്തിട്ടുള്ള ലോണും അല്ല. അപ്പോൾ എങ്കിൽ കൂടിയും എൻ്റെ അക്കൗണ്ട് വഴി നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എടുക്കാൻ തയ്യാറായിരുന്നില്ല ആദ്യം. പിന്നീട് അത് ഞാൻ മേലുദ്യോഗസ്ഥർക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനു ശേഷം ഇന്നലെ 30-ാം തീയതിയാണ് പിന്നെ ചേലക്കര പോലീസ് അത് കേസ് എടുത്തത്.